ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂട് എപ്പിസോഡ്. ഏട്ടത്തി ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടടാ. നിധി അപ്പോഴും നികേഷിന്റെ അമ്മയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് വരുവാണ്. പിന്നെ കാണിക്കുന്നത് രാത്രിയാണ്. സുഭാഷേട്ടനും ഹരീഷും കൂടെ വരുന്നു. മോളെ നിധി, ജോലിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ സുധീഷ് ചോദിക്കുന്നു, വന്ന ഉടനെ വെൽക്കം ബാനർ എവിടെയെന്നാ ചോദിച്ചത്. വെൽക്കം ബാനറോ? ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന നിധി രാജീവിന് ഈ കിളിക്കൂടിൻ്റെ വക ഒരു വെൽക്കം ബാനറും സുഭാഷേട്ടൻ്റെ വക ഒരു പൂച്ചെണ്ടും കാണുമെന്ന് കരുതി. ഇതില്ലാത്തതുകൊണ്ട് വിഷമം. പാവം. വലിയ പരിഹാസം വേണ്ടായേ. സുഭാഷേട്ടൻ അറിയാം ഞാൻ അങ്ങനെയൊന്നും പറയത്തില്ലെന്ന്. കാലത്ത് പടക്കം പൊട്ടിച്ചതല്ലേ, വൈകിട്ടൊരു സമാപന ചടങ്ങെങ്കിലും വേണ്ടതായിരുന്നു. ഈ സുധീഷിന് എനിക്ക് ജോലി കിട്ടിയത് എന്തോ പ്രശ്നമുണ്ട് സുഭാഷേട്ടാ. അപ്പോഴത്തേന് ഹരീഷ് പറയുന്ന, സുധീഷേട്ടൻ ഡ്രൈവർ അല്ലേ, അതുകൊണ്ടാണ്. നീ മെക്കാനിക്കൽ അല്ലയോടാ. മെക്കാനിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിനീയർ അല്ലയോ? മതി, നിർത്ത്. ഞാൻ നിധിയോട് ഒരു കാര്യം ചോദിച്ചതേ ഉള്ളൂ. അതിന് മുമ്പ് നീയൊക്കെ ഇങ്ങനെ തുടങ്ങാതെ നിർത്ത്. ഇനി ഉണ്ടായിരുന്നു മോളെ ജോലിയൊക്കെ? നല്ല ഓഫീസ്, നല്ല ആളുകൾ. മോൾ എപ്പോഴാണ് വന്നത്? ഞാൻ കുറച്ചു നേരമായതേ ഉള്ളൂ സുഭാഷേട്ടാ. ഞാൻ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞാണ് സുഭാഷേട്ടാ. അപ്പം തനിയെ വരാമെന്ന് നിധി പറഞ്ഞു. മോൾ ഒറ്റയ്ക്ക് പോയിട്ട് വരുന്നത് ബുദ്ധിമുട്ടല്ലേ? ബസ്സിലൊക്കെ കയറി ഇറങ്ങി വരണ്ട. ഓഫീസിൻ്റെ അവിടുന്ന് ബസ് കയറാൻ വരെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ബസ് കയറി ഇവിടെ ഇറങ്ങിയപ്പോൾ നികേഷ് കാത്തു നിന്നു. അങ്ങനെ ഞങ്ങൾ ഇങ്ങ് പോന്നു. അല്ല മോളെ അലച്ചിലോർത്തിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞേ കൂട്ടിക്കൊണ്ട് വരാമെന്ന്. അത് വേണ്ട. അങ്ങനെ എവിടേക്കും തനിയെ വിടാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്. നോ പറഞ്ഞ് നിർത്തേണ്ടടുത്ത് നോ പറഞ്ഞ് നിർത്താനും ആളുകളെ നിർത്തേണ്ടടുത്ത് നിർത്താനും അങ്ങനെ എല്ലാത്തിനും സ്വയം പ്രാപ്തി വേണം. കുറച്ചു കാലം ഇങ്ങനെ പോട്ടെ സുഭാഷേട്ടാ. അത് കഴിഞ്ഞൊരു സ്കൂട്ടി എടുക്കാം. എല്ലാം മോളുടെ ഇഷ്ടം. എന്നാൽ സുഭാഷേട്ടൻ പറയുന്നു കുളിക്കെന്ന് പറഞ്ഞിട്ട് സുഭാഷേട്ടൻ അങ്ങോട്ട് പോകുന്നു. പിന്നെ കാണിക്കുന്നത് നിധി അച്ഛൻ്റെ അടുത്തേക്ക് വരുന്നു. അച്ഛനാണെങ്കിൽ ബീഡി വലിച്ചുകൊണ്ട് നിൽക്കുക. നിധിയെ കണ്ടപ്പോൾ പെട്ടെന്ന് മാറ്റുന്നു. എന്തൊരു നാറ്റമാണ് ഇതിന്! നാറ്റമാണോ? നാറ്റമൊന്നും അല്ലാതെ പിന്നെ എന്താണ്? ഇതിന് മണമാണ്. ഓടയിലെ വെള്ളത്തിനൊക്കെ അല്ലേ നാറ്റം. എൻ്റെ മോളെ, എൻ്റെ കള്ളുകൂടിയും ബീഡിവലിയും ഒക്കെ ഒരു സാമൂഹ്യ പ്രവർത്തനമാണ്. വെറും 10 രൂപയുള്ള മദ്യം 30 രൂപയ്ക്ക് സർക്കാർ വാങ്ങുന്നു, 300 രൂപയ്ക്ക് ഞാൻ മേടിച്ച് കുടിക്കുന്നു. അങ്ങനെ ഞാൻ സാമൂഹ്യ നിർമ്മാർജ്ജന പ്രക്രിയയുടെ അംഗമാകുന്നു. അപ്പം ബീഡിവലിയോ? ഞാൻ ബീഡി വലിക്കുന്നതേ കേരളത്തിലെ ഏറ്റവും വലിയ സഹകരണ പ്രസ്ഥാനം ഉണ്ടാക്കുന്നതാണ്. ആയിരക്കണക്കിന് ബീഡി തൊഴിലാളികളെ അണ്ണാരക്കണ്ണന് തന്നാലായതുപോലെ സപ്പോർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. കുറേ തവണ ഞാൻ അച്ഛൻ്റെ അടുത്ത് ഒരു കാര്യം ചോദിച്ചതാണ്. വീണ്ടും ഇത് ചോദിക്കുന്നത് ഒരു സാഹചര്യം വന്നതുകൊണ്ടാണ്. നികേഷിൻ്റെ അമ്മ എവിടെയാണ്? നീ എന്തിനാ മോളെ വീണ്ടും ഇത് ചോദിക്കുന്നത്? പതിയെ പറ. നികേഷ് അകത്തുണ്ട്. എന്തിനാ നീ വീണ്ടും ചോദിക്കുന്നത്? എന്താ മതിയോ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്? അവർ തിരുവനന്തപുരത്തുണ്ടോ? നീ എവിടെയാണെന്ന് ചോദിച്ചിട്ട് പോലും ഞാൻ മറുപടി പറഞ്ഞില്ല. പിന്നെ ഇതിന് പറയോ മോളെ? നീ ഒന്ന് പോവാൻ നോക്ക്. ഇന്ന് ഞാൻ അവരെ കണ്ടു. ഞാൻ കണ്ടെന്ന് പറഞ്ഞത് ചുമ്മാതൊന്നും അല്ല. ഞാൻ ഉറപ്പായിട്ടും അവരെ തന്നെയാണ് കണ്ടത്. ഞാൻ ഫോട്ടോയിൽ കണ്ടവരെ തന്നെയാണ് കണ്ടത്. പിന്നെ നിങ്ങൾ 10-12 വർഷം ഒരുമിച്ചല്ലേ താമസിച്ചിരുന്നത്? ഞാൻ പിന്നാലെ പോകണമെന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവർ മറഞ്ഞുപോയി. നീ മിന്നായം പോലെ കണ്ടതിനെയാണോ ഇങ്ങനെ പറയുന്നത്? എനിക്ക് ഉറപ്പാണ് ഞാൻ അവരെ തന്നെയാണ് കണ്ടത്. അവരിവിടെ ഉണ്ടായിരുന്നിട്ടും എന്താ നികേഷിനോട് പറയാഞ്ഞത്? നീ ഒന്ന് അടങ്ങിയിരിക്കുക. എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യാതെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ എണീറ്റ് പോകുന്നു. പിന്നെ കാണിക്കുന്നത് രാവിലെ അടുക്കളയാണ്. സുഭാഷേട്ടനും നിധിയും കൂടെ അടുക്കളയിലാണ്. സവാള എരിഞ്ഞു കൊടുക്കുവാണ് നിധി. മോൾ ഇതൊന്നും ചെയ്യണ്ട. മോള് ഡ്രസ്സ് മാറി വന്നിട്ട് ഇതൊന്നും ചെയ്യാൻ നിൽക്കേണ്ട. ഡ്രസ്സെല്ലാം ചീത്തയാവും. അത് കുഴപ്പമില്ല സുഭാഷേട്ടാ. അപ്പോഴത്തേന് അച്ഛൻ വെള്ളം കുടിക്കാൻ വരുന്നു. അച്ഛൻ വെള്ളം കുടിക്കുമ്പോൾ നിധി അച്ഛനെ തന്നെ നോക്കി നിൽക്കുന്നു. ഇവളെന്താ എന്നെ തന്നെ നോക്കി നിൽക്കുന്നു? ഇനി ഇവിടെ നിന്ന് എന്തെങ്കിലും ശരിയാവത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ ഭയങ്കര എസ്കേപ്പ് ആവാൻ നോക്കുന്നു. അപ്പോഴേക്ക് നിധിയും നികേഷും കൂടെ പോകാൻ വേണ്ടി ഒരുങ്ങുന്നു. സുധീഷ് പറയുന്നു, നിധി ഞാൻ കൊണ്ടാക്കാം. വേണ്ട, ഞാനും നികേഷും ബസ്സിലാണ് പോകുന്നത്. അത് വേണ്ട നിധി, അത് സുധീഷാണോ തീരുമാനിക്കുന്നത്? താനെന്താടോ ഇങ്ങനെ സംസാരിക്കുന്നത്? എത്ര നാൾ സുധീഷിനെ ഞാനിങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയും? കൊണ്ടാക്കുന്നതിനും കൊണ്ടുവരുന്നതിനും എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം തനിക്ക് ജോലിക്കൊന്നും പോകണ്ടായോ? അത്ര വലിയ കഷ്ടപ്പെടുകയൊന്നും വേണ്ട. ഞാൻ തനിയെ പൊക്കോളാം. പരിചയമില്ലാത്ത സ്ഥലമല്ലേ? ഉഗാണ്ടയിലൊന്നും അല്ലല്ലോ, കേരളത്തിൽ തന്നെയല്ലേ ഉള്ളു. തിരുവനന്തപുരത്ത് മലയാള ഭാഷ തന്നെയല്ലേ സംസാരിക്കുന്നത്. സംശയം ഉണ്ടെങ്കിൽ ഞാൻ ചോദിച്ചോളാം. ഏട്ടത്തി, ഞാൻ ഇതുവരെ കോളേജിൽ പോവാന്ന് പറഞ്ഞിട്ട് എന്നെ ഇതുവരെ കൊണ്ടുപോലും ആക്കിയിട്ടില്ല. നിന്നെയും കൊണ്ടുപോവാടാ. വേണ്ട, ഞങ്ങൾ ഒറ്റയ്ക്ക് പോയി ശീലിച്ചോളാം. നിധി, നമുക്ക് വണ്ടി ഉണ്ടല്ലോ, പിന്നെ താനെന്തിനാ ഒറ്റയ്ക്ക് പോകുന്നത്? സുധീഷേ, എനിക്ക് നല്ല ദേഷ്യം കയറി വരുന്നുണ്ട്. സുഭാഷേട്ടാ, ഞാൻ എന്തിനാ തിരുവനന്തപുരത്ത് വന്നതെന്ന് അറിയാമോ? സ്വന്തം കാലിൽ നിന്ന് ഒരു ജോലിക്ക് പോകണമെന്ന് കരുതിയാണ്. സുധീഷ് എന്തിനാ എൻ്റെ പുറകെ നടക്കുന്നത്? ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. സുധീഷേ, അവൾ ഒറ്റയ്ക്ക് പൊക്കോളോടാ. എന്നാൽ പോയിട്ട് വരട്ടെ സുഭാഷേട്ടാ. എന്നാൽ പോയിട്ട് വാ മോളെ. സുഭാഷേട്ടൻ ഇപ്പം സമാധാനമായല്ലോ. അവൾ ഒറ്റയ്ക്ക് പോവാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞയക്കുവാന്നാ ചെയ്യേണ്ടത്. അവൾ ഒറ്റയ്ക്ക് പോയി ശീലിക്കുവാണെങ്കിൽ ശീലിക്കട്ടെ. സുഭാഷേട്ടൻ എന്തോ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്. എനിക്ക് കിട്ടുന്ന അവളോട് ഒറ്റയ്ക്ക് സംസാരിക്കാൻ കാറിൽ പോകുന്ന അവസരമാണ്. അതാണ് പാഴാക്കിയത്. ഈ വീട്ടിൽ വന്ന് കയറിയ സുഭാഷേട്ടൻ എന്ന് വിളിച്ചുകൊണ്ട് അവൾ അങ്ങോട്ട് പോകും. ഏട്ടത്തി എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുപോകും. ഈ വീട്ടിലെ ഭർത്താവ് ഞാനാണെന്ന് ഇപ്പം എനിക്ക് സംശയമുണ്ട്. ഞങ്ങൾക്കും ആകെയുള്ള അവസരം പാഴാക്കി കളഞ്ഞല്ലോ സുഭാഷേട്ടാ. സമാധാനമായല്ലോ. പിന്നെ കാണിക്കുന്ന നിധിയുടെ ഓഫീസാണ്. നിധിയാണെങ്കിൽ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോഴാണെങ്കിൽ ഫോൺ വരുന്നത്. ഡിസൈൻ ഇതുവരെ ശരിയായില്ലേ? നിധി, ശരിയായോ? ഒരു 5 മിനിറ്റിനുള്ളിൽ ആവും സാർ.
5 മിനിറ്റിനുള്ളിൽ ആവുമെന്ന്. നിധി ഡിസൈനും കൊണ്ട് സാറിൻ്റെ മുന്നിൽ ചെല്ലുന്നു. എന്താ ഇത്ര താമസിച്ച? ആദ്യമായി ചെയ്യുന്നത് കൊണ്ടാ, പിന്നെ പെർഫെക്റ്റ് ആക്കണ്ടായോ? നിധിയുടെ കൂട്ടുകാരി പറയുന്നത് റാങ്കൊക്കെ ഉള്ള കുട്ടിയാണ്. റാങ്ക് ഉള്ളത് ഡിസൈനിൽ കാണുന്നില്ലല്ലോ. ഒരു ഹാളിൻ്റെ ഡിസൈനല്ലേ വരയ്ക്കാൻ പറഞ്ഞത്. ഇതിൽ എമർജൻസി എക്സിറ്റ് പോർട്ട് എവിടെയാണ്? ഒരു ഹാളാകുമ്പോൾ എമർജൻസി എക്സിറ്റ് പോർട്ട് വേണ്ടായോ? സോറി സാർ, ഇത് ഞാൻ എങ്ങനെ ഒരു കസ്റ്റമറിനെ കാണിക്കും? ഇത് കസ്റ്റമറിനെ കാണിക്കാനുള്ളതല്ലല്ലോ, നിധി പ്രാക്ടീസ് ചെയ്തതല്ലേ. അല്ല, നിധി പെർഫെക്റ്റ് ആക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ചോദിച്ചതാണ്. സോറി സാർ, ഞാൻ ഇനി കറക്റ്റ് ചെയ്യുക. ഇതൊരു പഠനത്തിൻ്റെ ഭാഗമാണെന്ന് കരുതിയാൽ മതി. ചെന്ന് കറക്റ്റ് ചെയ്തിട്ട് വാ. ശരി സാർ. കാണിക്കുന്ന സുഭാഷ് ഏട്ടൻ പയ്യെ ബാത്റൂം പണിയാൻ സാധനമായിട്ട് വരുന്നതാണ്. സുധീഷ് വന്ന് ചോദിക്കുന്നത് എന്തിനാ ബാത്റൂം പണിയാനാടാ? അപ്പം അച്ഛൻ വിളിച്ച് പറയുന്നത് എടാ പൊട്ടിയ ഓടൂടെ മാറുന്നടാ. എടാ അടുത്ത മാസം മുതൽ മഴയാണ്. മഴ പെയ്ത ആ കുട്ടിയുടെ റൂമെല്ലാം ചോരും. അതും ശരിയാണ് സുഭാഷ് ഏട്ടാ. അച്ഛൻ ആ പണിയും കൂടെ ചെയ്യുന്നുണ്ട്. അത് ശരി, അത് നന്നായി. എന്തായാലും പയ്യെ പറയുന്നു സുഭാഷ് ഏട്ടൻ്റെ വലിയച്ഛനെ വഴി വെച്ച് കണ്ടിരുന്നു. അപ്പം പറഞ്ഞു എവിടാ പണിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെയാന്ന്. ഫസ്റ്റ് ആളിനോടാ ചെന്ന് പറഞ്ഞത്. ഇനി വല്ല പ്രശ്നത്തിന് എങ്ങാനും വരുമോടാ? പ്രശ്നത്തിന് വന്ന് അങ്ങനെ തലമണ്ട അടിച്ച് പൊട്ടിക്കാന്ന് സുധീഷ് പറയുന്നു. എന്ത് പ്രശ്നത്തിന്? അഥവാ വന്നാൽ അപ്പം നോക്കാം നമുക്ക്. അപ്പോഴത്തേന് വെല്ലിച്ചനും അപ്പയും കൂടെ വരുന്നുണ്ട്. എടാ താഴെ ഇറങ്ങടാ, നീയൊക്കെ എന്തിനാ മേളിൽ കയറി നിൽക്കുന്നത്? താഴെ ഇറങ്ങിയാൽ മുട്ടുകാലി എല്ലി ഒടിക്കുമെന്ന് അച്ഛനും പറയുന്നു. ഇവിടെ എന്ത് പണിയാടാ? നിങ്ങൾക്ക് എന്താ കണ്ടു കാണത്തില്ലേ? മേളിലെ പൊട്ടി ഓട് മാറുക, പുറകിലൊരു ബാത്റൂമും പണിയുക. ഇവരുടെ ശബ്ദം കേട്ടിട്ട് അവർ 3 പേരോട് ഓടി വരുന്നു. ഇവിടെ എന്ത് പണിയാടാ നടക്കുന്നത്? അഥവാ പണിയണമെങ്കിൽ സ്വന്തം വീടായിരിക്കണം. ഇത് എൻ്റെ വീടാടാ, ഭാസ്കരൻ്റെ വീട്. എൻ്റെ അച്ഛൻ എനിക്ക് എഴുതി തന്ന വീട്. അത് കേസിലാണെന്ന് നിനക്ക് അറിയത്തില്ലയോടാ? കോടതിയിൽ പോയി പറയാം. അപ്പം നീ ബാത്റൂമും വെക്കും, ഓടും മാറും. പേടിപ്പിക്കല്ലേ. അല്ലെങ്കിൽ തന്നെ ഒരു ബാത്റൂം ഉണ്ടല്ലോ, പിന്നെന്തിനാ ബാത്റൂം ഉണ്ടാക്കുന്നത്? എൻ്റെ ഭാര്യയ്ക്ക് ഈ ബാത്റൂം പോരാ. അവൾക്ക് കിടപ്പുമുറി വേണമെന്ന് പറഞ്ഞാൽ നീ അതും ഉണ്ടാക്കി കൊടുക്കുക. ചിലപ്പോൾ ഞാൻ അതും ചെയ്യും. എടാ നീ കോടതിയെ ചോദ്യം ചെയ്യുവാണോ? നീ കയ്യോടെ പൊക്കി ഞാൻ അകത്തിടുന്നത് കാണണോ? കാണണം. എടാ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ എണീറ്റ് വരുന്നു. എടാ അകത്തേക്കുള്ളത് കഴിക്കാതിരിക്കാൻ ആർക്ക് വേണമെങ്കിലും പറ്റും, പക്ഷെ അകത്ത് എന്നത് പുറത്തേക്ക് കളയാൻ ആർക്കും പറ്റത്തില്ല. അതുകൊണ്ട് 1നും 2നും പോകുന്നത് കോടതിയിൽ വലിയ വിനയകത്തൊന്നുമില്ല. ഏമാമാർ തന്നെ മൂത്രം ഒഴിക്കാൻ പോകുന്നത് കണ്ടിട്ടില്ലേ? അതുകൊണ്ട് ഇയാളങ്ങ് ചെല്ല്. എടാ ഇറങ്ങടാ, ഇറങ്ങിയാൽ നിന്റെ കാലുമുട്ട് കല്ലി ഞാൻ ഒടിക്കും ഞാൻ. അപ്പോഴേക്ക് സുഭാഷ് ഏട്ടൻ പറയുന്നു അപ്പേ ഞാൻ പറയുന്ന കേക്ക്. ഈ മഴ പെയ്തു കഴിഞ്ഞാൽ മഴവെള്ളം മൊത്തം ഇതിനകത്താണ്. ഈ മഴക്കാലത്ത് ഇത് മൊത്തം നിലം പൊത്തും. അത് ഒഴിവാക്കാനാണ്. വീഴട്ടെ, ഞങ്ങൾക്ക് എന്ത് വേണം? ഇത്രയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ.